കൺവെൻഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ എല്ലാം സെയിം പാറ്റേൺ ആണ്, ഡോറ് കാര്യങ്ങളൊക്കെ സെയിം പാറ്റേൺ ആണ്. അപ്പോൾ കൊമേഴ്ഷ്യലി നമ്മൾ ചെയ്യുന്ന സമയത്ത് യൂണിഫോമിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ മുട്ടുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ മലബാർ ഗോൾഡിൻ്റെ താഴെയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മലബാർ ഗോൾഡിൻ്റെ ഷോറൂമിൽ ഞാനിന്ന് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് ചോദ്യങ്ങളായിട്ട് ചോദിച്ചതാണ്, നിങ്ങളുടെ കൊമേഴ്ഷ്യൽ വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ വർക്ക് മാത്രമാണ് എടുക്കുന്നത്, കൊമേഴ്ഷ്യൽ വർക്കുകളൊന്നും എടുക്കാറില്ലേ, അതിൻ്റെ വീഡിയോകളൊന്നും യൂട്യൂബിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. തീർച്ചയായും നമ്മൾ റെസിഡൻഷ്യൽ വർക്ക് മാത്രമല്ല കൊമേഴ്ഷ്യൽ വർക്കുകളും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ മനോഹരമായിട്ട് ഐഡിയോളജിക്കലായിട്ട് പണിതിരിക്കുന്ന ഒരു സംഗതിയാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. തീർച്ചയായും അതിന് നമുക്ക് പോകേണ്ടത് മലബാർ ഗോൾഡിൻ്റെ മുകളിലത്തെ തട്ടിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാനുള്ളത് എന്നുള്ളത് വിശദമായിട്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം. നമ്മൾ മെയിൻ ലോബിയിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ കാണാനുള്ള മറ്റൊരു സംഭവമാണ് വാഷ് ഏരിയ, അതുപോലെ തന്നെ ബാത്റൂം ഏരിയ. കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് നമ്മൾ ഇവിടെ ഓൾറെഡി കാല്, അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ആ ഏരിയയിലാണ് നമ്മൾ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 വാഷ് മോഡർ കാണാൻ, അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ നോക്കാനും അതുപോലെ മുടി ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മിററും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാം വാൾട്ടയിലാണ്. അത് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള വാൾട്ടയിലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊരിടത്ത് പറയുന്ന സംഭവമാണ് ഇതിന്റെ സ്ട്രക്ചർ. ഓൾറെഡി നമ്മൾ സാധാരണ ഇതുപോലുള്ള സ്ട്രക്ചർ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ കോൺക്രീറ്റ് ആണ് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ കോൺക്രീറ്റ് ഓപ്ഷൻ ഇല്ല. കാരണം ഈ ഒരു ബിൽഡിംഗ്, അതായത് മലബാർ ഗോൾഡിന്റെ 4ാമത്തെ നിലയിലാണ് ഈ ഒരു ഏരിയ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് വെയിറ്റ് ലോഡ് ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അത്തരത്തിൽ നമ്മൾ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ MS-ലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം MS-ന്റെ സ്ട്രക്ചറാണ്. ഉണ്ടോ ഇതിന്റെ അടിവശത്ത് സ്ട്രക്ചർ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. MS സ്ട്രക്ചറിന്റെ മുകളിൽ നമ്മൾ മൾട്ടിവുഡ് കൊടുത്തിട്ടുണ്ട്. കാരണം വെള്ളം വന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും മൈനോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലീക്ക് പ്രൂഫ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത്രയും മൈനോട്ടിക് ആയിട്ട് ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു MS-ന്റെ മുകളിൽ മൾട്ടിവുഡ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മുകളിലാണ് ഈ ഒരു ഗ്രാനൈറ്റ് വിത്ത് ടൈൽ ഫിനിഷ് വന്നിട്ടുള്ളത്. സോ ഇത്രയും നമുക്ക് എന്താ പറയുക, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പം വെയിറ്റ് ലോഡ് കപ്പാസിറ്റി, ഇതിന്റെ ഈ ഒരു 4th ഫ്ലോറിൽ ഒരുപാട് എന്താ പറയുക, നമ്മുടെ സാധാരണ പാർട്ടീഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കല്ല് അല്ലെങ്കിൽ ബ്രിക്സ് കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ വെയിറ്റ് ലോഡ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡാണ് MS സ്ട്രക്ചറിങ് എന്നുള്ളത്. അങ്ങനെ നമുക്ക് അടുത്തത് പോകേണ്ടത് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഏകദേശം 2200 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. ഒബിയസ്ലി നമുക്ക് ഇവിടുത്തെ റിക്വയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വെയിറ്റ് ലോഡ് നമുക്ക് അധികം കൊടുക്കാൻ പാടില്ല. സോ ആ രീതിക്ക് നമുക്ക് പാർട്ടീഷൻ ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് റൂമുകൾ, അതായത് കോൺഫറൻസ് ഹാള്, ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ സ്റ്റാഫിനുള്ള എന്താ പറയുക സ്ലീപ്പിംഗ് ബെഡ്റൂം, അതുപോലെ തന്നെ TV റൂം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യണം. അപ്പോൾ സെപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉള്ളത് ഒന്നെങ്കിൽ ബ്രിക്സ് അല്ലെങ്കിൽ അതുപോലുള്ള കല്ലുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത്. സോ ലോഡിംഗ് കപ്പാസിറ്റി കുറച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു വലിയ വെല്ലുവിളിയായിരുന്നു നമ്മളിവിടെ എടുത്തിരുന്നത്. അത്തരത്തിൽ നമ്മൾ ലോഡിംഗ് കപ്പാസിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതും MS-ന്റെ സ്ട്രക്ചറാണ്. 1.5 by 1.5 എന്ന രീതിയിലുള്ള ഒരു സ്ക്വയർ ട്യൂബാണ്, MS-ന്റെ സ്ക്വയർ ട്യൂബാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മുകളിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ Vboard ആണ്, അതായത് സിമെന്റ് ഫൈബർ ബോർഡാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. സോ ആ ഒരു സ്ട്രക്ചറിൽ വന്നുകൊണ്ട് തന്നെ നമുക്ക് അകവും പുറവും ഇപ്പം നമ്മൾ കാണുന്ന രീതിക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ആക്ച്വലി സ്ട്രക്ചർ, അതായത് നമ്മൾ Vboard കൊടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. Vboard എന്ന് പറയുമ്പോൾ സിമെന്റ് ഫൈബർ ബോർഡ് കേട്ടോ. വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പുട്ടി കാര്യങ്ങൾ കൊടുത്ത് ഡയറക്റ്റ് പെയിന്റ് ചെയ്യാം. മാത്രമല്ല MS സ്ട്രക്ചർ ആയത് നമ്മൾ കാണാം താഴെയുള്ള ഈ ഒരു ടൈലും കാര്യങ്ങളും കണ്ടോ. സാധാരണ നമ്മൾ മതിൽ കാര്യങ്ങൾ, അതായത് കല്ലിനെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ ബ്രിക്ക് വെച്ച് പണിതിരിക്കുന്ന ഏരിയയിലാണ് നമ്മൾ ഇതുപോലെ കണ്ടിട്ടുള്ളത്. സോ ഉണ്ടോ, നമ്മൾ സാധാരണ ഗമ്മ് കാര്യങ്ങളൊക്കെ കൊടുത്ത് സാധാരണ ടൈല് കൊടുക്കുന്ന പോലെയാണ് ഇവിടെയും ടൈലുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു രീതി നാച്ചുറാലിറ്റി, അതായത് നമ്മൾ കല്ലിൽ പണിതിരിക്കുന്ന അതേ ബ്യൂട്ടിയിൽ അതിൻ്റെ അകത്ത് ഒരു മാറ്റം വരാതെ കൊണ്ട് വെയിറ്റ് കുറച്ചുകൊണ്ട് പണിയാൻ പറ്റുന്ന ഒരു സെഷനാണ് നമ്മളിപ്പോൾ കാണിച്ചു തന്നത്. തീർച്ചയായും മറ്റൊരു സംശയം നമുക്കുള്ളത്,
ഇതുപോലുള്ള വെന്റിലേഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായും കൊടുക്കാൻ. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള വെന്റിലേഷൻ എന്ന് പറയുന്നത് ഫൈബറിൻ്റെ, അതായത് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഒരു വെന്റിലേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2.5 ഇഞ്ചിൻ്റെ 2.5 ഇഞ്ച് കനം വരുന്ന രീതിയിൽ ഉണ്ടോ, 2.5 ബൈ 2 ഇഞ്ച് കനം വരുന്ന രീതിയിലുള്ള ഒരു അലൂമിനിയം പ്രൊഫൈലാണ് നമ്മൾ ഈ ഒരു വെന്റിലേഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ 4 mm ഒരു മിററും കൂടി കൊടുത്തപ്പോൾ കേട്ടോ ആ ഒരു വെന്റിലേഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. സോ ഇതും ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിമെന്റ് ഫൈബർ ബോർഡിലാണ്. ഇത്രയും ഞാൻ എടുത്ത് പറയുന്ന ഒരു കണ്ടന്റ്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, തീർച്ചയായും നമുക്ക് കല്ലില്ലാതെ അല്ലെങ്കിൽ ബ്രിക്സ് ഇല്ലാതെ എന്താണ് ഓപ്ഷൻ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും പല ആൾക്കാരും. അത്തരത്തിൽ മികച്ച രീതിയിൽ നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഈ സിമെന്റ് ഫൈബർ ബോർഡ്, അതല്ലെങ്കിൽ MS-ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുന്നത് ഇതിന്റെ വെയിറ്റ് ലോഡ് കുറവാണ്. അതായത് സിമെന്റ് ഫൈബർ ബോർഡ് വിത്ത് MS സ്ട്രക്ചറിൽ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു കല്ലോ ഒരു ബ്രിക്കോ വെക്കുന്ന, അത്രയും ബ്രിക്കോ കല്ലോ വെക്കുന്ന ആ ഒരു വെയിറ്റ് ലോഡ് കുറഞ്ഞു കിട്ടി എന്നുള്ളതാണ്. മാത്രമല്ല ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതിന്റെ ഫിനിഷിങ് നിങ്ങൾ കണ്ടല്ലോ, സാധാരണ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിന്റെ ടൈലും അതിന്റെ കാര്യങ്ങളൊക്കെ, ഈ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ഫിനിഷ് ചെയ്തിട്ട് നമുക്കിത് പൊട്ടിയിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് വളരെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് അത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും ഇതുപോലെ നിങ്ങൾക്ക് പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. വളരെ കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഫിനിഷിങ്ങോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉപകാരപ്പെടുന്ന കണ്ടന്റുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടാകുന്ന സമയത്താണ് ഇതുപോലുള്ള മികച്ച കണ്ടന്റുകൾ തേടി പോകാനും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും സാധിക്കുന്നത്. നമ്മളങ്ങനെ വന്നിട്ടുള്ളത് അക്കോമഡേഷൻ, നമ്മൾ അടുത്ത് വന്നിട്ടുള്ളത് അക്കോമഡേഷൻ റൂമിലാണ്. അവിടെയും നമ്മൾ പറഞ്ഞ പോലെ ഡോറാണ് നമുക്ക് കാണുന്നത്. മെറൈൻ പ്ലൈവുഡ് കൊണ്ട് 18 mm മെറൈൻ പ്ലൈവുഡ് കൊണ്ട് നമ്മൾ നിർമ്മിച്ച ഒരു ഡോറാണിത്. ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈലൈറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് സെൻറ്ററിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഇൻസൈഡിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തിക്നെസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഡോറിൻ്റെ ഏകദേശം 4 ഇഞ്ച് ഘനത്തിലാണ് ഈ ഡോർ ഇപ്പോൾ ഉള്ളത്, ഇതിൻ്റെ കട്ടിലുള്ളത്. ഇതിൻ്റെ പുറത്ത് Vboard അതുപോലെ തന്നെ ഇൻസൈഡിലും Vboard. സെൻറ്ററിൽ വരുന്നത് MS-ൻ്റെ 1.5x1.5 1.5x1.5 MS-ൻ്റെ ട്യൂബാണ് നമ്മൾ സ്ട്രക്ചറിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ലോഡ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള ഒരു സംഭവം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അക്കോമഡേഷൻ റൂമിൽ സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പാർട്ടിക്കൽ ബോർഡിന്റെ ഒരു ഷെൽഫും അതിൻ്റെ അകത്ത് സ്റ്റാഫുകൾക്ക്, അതായത് ഒരു കൗതുകത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഫിഷിന്റെ അക്വേറിയം നമുക്കിവിടെ കാണാം. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു TV റൂമാണ്. പിന്നെ സ്റ്റാഫുകളുടെ താമസിക്കുന്ന, അതായത് പ്രൈവറ്റ് സെക്ടർ ആയതുകൊണ്ട് നമ്മൾ ഇത് തുറന്ന് കാണിക്കുന്നില്ല, സ്റ്റാഫിന് താമസിക്കാനുള്ള ഏരിയ, അതുപോലെ തന്നെ സെക്യൂരിറ്റിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ. ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മൊത്തം പാർട്ടീഷൻ വന്നിട്ടുള്ളത് കണ്ടോ, ഈ ഒരു കാര്യങ്ങളൊക്കെ മൊത്തം നമുക്കിവിടെ മുട്ടുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഇവിടുത്തെ മൊത്തം പാർട്ടീഷൻ വന്നിട്ടുള്ളത് സിമെന്റ് ഫൈബർ ബോർഡ് ഉപയോഗിച്ച് നമ്മൾ സ്ട്രക്ചറിൽ MS-ന്റെ സ്ട്രക്ചറിൽ സിമെന്റ് ഫൈബർ ബോർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീല് ഇവിടെ സിമെന്റ് ഫൈബർ ബോർഡാണ് ഉപയോഗിച്ചത് അങ്ങനെയുള്ള തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഇത് കാണുന്നു ഇല്ലല്ലോ, കാരണം അത്രയും എമൽഷൻ പെയിന്റ് കാര്യങ്ങൾ കുട്ടി എമൽഷൻ പെയിന്റ് കാര്യങ്ങൾ കൊടുത്ത് വാൾ എങ്ങനെയാണ്, സോ സെയിം വാൾ ഫീൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെയാണ് ഈ ഒരു സ്ട്രക്ചറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അക്കോമഡേഷൻ കണ്ടു. ഇനി നമുക്ക് കാണേണ്ടത് മെയിൻ പാർട്ട് ആയിട്ടുള്ള ഏരിയ ആണ് ലിഫ്റ്റ് ഏരിയ, അതുപോലെ തന്നെ നമ്മുടെ കോൺഫറൻസ് ഹാൾ. കോൺഫറൻസ് ഹാളിലേക്ക് നമുക്കൊന്ന് പോകാം. കോൺഫറൻസ് ഹാളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ എല്ലാം സെയിം പാറ്റേൺ ആണ്, ഡോറ് കാര്യങ്ങളൊക്കെ സെയിം പാറ്റേൺ ആണ്. അപ്പോൾ കൊമേഴ്ഷ്യലി നമ്മൾ ചെയ്യുന്ന സമയത്ത് യൂണിഫോമിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ആ രീതിയിൽ നമ്മൾ കൊമേഴ്ഷ്യൽ, അതായത് കോൺഫറൻസ് ഹാൾ, ഇവരുടെ സ്റ്റാഫിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫറൻസ് ഹാളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റെഡ്വുഡിനെ കൊണ്ടുള്ള കോൺഫറൻസ് ടേബിളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ടേബിൾ നമ്മൾ അലങ്കരിച്ചിട്ടുള്ളത്. സെയിം സിസ്റ്റം MS-ലുള്ള സെയിം സ്ട്രക്ചർ കൊണ്ടാണ് നമ്മൾ ഈ ഒരു കോൺഫറൻസ് ടേബിൾ പണിതിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അത് പറയാനുള്ള സംഭവമാണ്, സാധാരണ നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ സീലിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഫോൾ സീലിംഗ്, നമ്മൾ സ്ട്രെച്ച് സീലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സാധാരണ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഇവിടെ നമുക്ക് ആ ഒരു രീതി വേണ്ട,
നോർമൽ, അതായത് വളരെ കോസ്റ്റ് കുറച്ചുകൊണ്ട് എങ്ങനെ അടിപൊളിയാക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഡയറക്റ്റ് സീലിങ്ങിലേക്ക് നമ്മൾ ടെൻഡർ ഗോൾഡ് എന്ന് പറയുന്ന ഒരു കളറാണ് ഇതിൻ്റെ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. വളരെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു നമ്മുടെ ലുലു മാൾ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അതുപോലുള്ള ഏരിയകളിലൊക്കെ ഇത്തരത്തിലുള്ള സീലിങ്ങുകളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. വളരെ കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് മനോഹരമാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ, നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് LED സർഫേസ് ലൈറ്റുകൾ, ഡയറക്റ്റ് നമുക്ക് സീലിങ്ങിൽ സ്ക്രൂ ചെയ്ത് ഹോൾഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് മറൈൻ പ്ലൈവുഡ് വിത്ത് ഇന്നർ മൈക്കാണ്. പുറത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മൈക്ക ഫിനിഷ് തന്നെയാണ് ഇതിൻ്റെ വെളിയിലും കൊടുത്തിട്ടുള്ളത്. നമ്മളിത് ഡബിൾ സോഴ്സിൽ കുറച്ചും ഇത്രയും കനം കിട്ടാൻ വേണ്ടിയിട്ട്, ഏകദേശം 2 ഇഞ്ച് കനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിളായിട്ട് ഗം ചെയ്തിട്ടാണ് ഈ പ്ലൈവുഡ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും തിക്നെസ്സിൽ ഈ ഒരു ഫ്രെയിം കിട്ടിയത്. പിന്നെ പറയാനുള്ളത്, ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് സ്പേസ്, പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ സ്റ്റാഫ് റൂമിൻ്റെ ഇൻസൈഡിലാണ് എത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വരുമ്പോൾ തന്നെ, അതായത് എൻ്റർ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു വാഷ് ബേസിനോട് കൂടിയിട്ടുള്ള ഒരു ഏരിയയാണ്. ഫുഡ് കാര്യങ്ങൾ കഴിച്ചതിന് ശേഷം പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ഡൈനിങ് ഏരിയയാണ്. സ്റ്റാഫുകൾ, അതായത് മലബാർ ബോർഡിൻ്റെ സ്റ്റാഫുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഡൈനിങ് ഏരിയയാണ്. ഇത് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് 18 mm ഡക്കൂട്ടിലാണ് നമ്മൾ ഈ ടാപ്പ് ഒരുക്കിയിരിക്കുന്നത്. വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കോൺഫറൻസ് ഹാൾ പോലുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഡൈനിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെറ്റീരിയലാണ് റെക്കൂട്ട് എന്ന് പറയുന്നത്. 18 mm മെറ്റീരിയലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഗ്ലാസ്, അതായത് ഇതിനകത്ത് സ്ക്രാച്ച്, ഇത് നമ്മൾ ഡെയിലി യൂസിങ് ആണല്ലോ ഭക്ഷണ കാര്യങ്ങളൊക്കെ വെച്ച്. ഇതിനകത്ത് സ്ക്രാച്ച് കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തൊരു ഗ്ലാസിൻ്റെ ലാമിനേഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ മികച്ച രീതിയിലുള്ള കണ്ടന്റുകൾ തേടി നടക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ, വൈവിധ്യങ്ങൾ നിറഞ്ഞ പ്രോഡക്റ്റുകൾ ഞാൻ കണ്ടെത്താറുണ്ട്. അത്തരത്തിൽ നമ്മുടെ വലിയ വലിയ കമ്പനികളുമായിട്ട്, കോർപ്പറേറ്റ് കമ്പനികളുമായിട്ട് സമീപിക്കുന്ന സമയത്ത് അവർ നോക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് എത്രയുണ്ട്, വ്യൂസ് എത്രയുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഇത് കൂട്ടിത്തരേണ്ടത് അല്ലെങ്കിൽ മികവുറ്റതാക്കി തരേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുക. 100% അതിനുള്ള റിട്ടേൺസ് ഇതുപോലെ വീഡിയോ രൂപത്തിലാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കും. ഇറ്റ്സ് മീ ഫിറോസ് മുഹമ്മദ് സൈനിങ്.